കേസെടുക്കാൻ യാതൊരു അധികാരവുമില്ലാത്ത സംഘപരിവാരത്തിന്റെ തീവ്രവാദ പ്രവർത്തകനാണ് ഈ കേസുകൾ കൊടുത്തത്. പോലീസ് പക്ഷപാതപരമായി പ്രവർത്തിക്കുകയും ഒരേ സംഭവത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്ന് കോടതി നിരീക്ഷിച്ചു. നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ പറയുന്നു, ക്രിമിനൽ നിയമത്തെ നിരപരാധികളെ ഉപദ്രവിക്കുവാനുള്ള ഉപകരണമായി ഉപയോഗിക്കുവാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. ഇത് വ്യക്തിഗതമായ ആക്രമണമല്ല, ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ആസൂത്രിതമായി നടത്തപ്പെടുന്ന ഒരു സംഘടിതമായ വേട്ടയാടലാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന ഓമന പേരിൽ വരുന്ന ഈ നിയമങ്ങൾ യഥാർത്ഥത്തിൽ മതസ്വാതന്ത്ര്യത്തെ തടവിലാക്കുവാനുള്ള ചങ്ങലക്കെട്ടുകളാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള BJP ഭരണത്തിന് കീഴിലുള്ള 12ഓളം സംസ്ഥാനങ്ങൾ ഈ നിയമങ്ങളെ വെറും നിയമങ്ങളായിട്ടല്ല, രാഷ്ട്രീയ ആയുധങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം വ്യക്തമാണ്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കണമെന്നുള്ള ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രമാണ് ഇതിന്റെ അടിത്തറയായി വർത്തിക്കുന്നത്. UP ഗവൺമെന്റിന്റെ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പ്രകാരമുള്ള FIRകൾ സുപ്രീം കോടതി റദ്ദാക്കി. മതപരിവർത്തന നിരോധന നിയമങ്ങൾ നിരപരാധികളായ പൗരന്മാരെ പീഡിപ്പിക്കുവാനുള്ള ഉപകരണമാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയുടെ രൂക്ഷമായ വിമർശനം. ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് കൂട്ടം മതപരിവർത്തനം ചെയ്തതായി ആരോപിച്ച് ഉത്തർപ്രദേശിലെ ഫത്തേപൂർ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത നിരവധി FIRകളാണ് വെള്ളിയാഴ്ച റദ്ദാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച ചരിത്രപ്രധാനമായ വിധിയിൽ സുപ്രീം കോടതിയുടെ ഈ രൂക്ഷമായ പരാമർശം. 2021 ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന ഭരണഘടനാ വിരുദ്ധമായ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കുന്നതിനെതിരായ വിധിന്യായത്തിലാണ് ജസ്റ്റിസുമാരായ KB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. അലഹബാദിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ RB ലാൽ ഉൾപ്പെടെ 5 പ്രഥമ വിവര റിപ്പോർട്ടുകൾ, അതായത് FIRകളാണ് സുപ്രീം കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. മതപരിവർത്തനത്തിന് ഇരയായെന്ന് ആരോപിക്കപ്പെടുന്ന ആരും ഇതുവരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഈ കേസുകളിൽ നിയമപരമായ അടിസ്ഥാനമില്ലായ്മ, നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ, വിശ്വസനീയമായ തെളിവുകളുടെ അഭാവം എന്നിവയാൽ നിറഞ്ഞ FIRകളാണെന്ന് കണ്ടെത്തിയതായി 158 പേജുള്ള വിധിന്യായം എഴുതിയ ജസ്റ്റിസ് പർദിവാല ചൂണ്ടിക്കാട്ടി. ഇത്തരം കേസുകൾ നീതിന്യായ വ്യവസ്ഥയെ പരിഹസിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നു. ക്രിമിനൽ നിയമത്തെ നിരപരാധികളായ വ്യക്തികളെ ഉപദ്രവിക്കുന്നതിനുള്ള ഒരു ഉപകരണമാക്കാൻ അനുവദിക്കാനാവില്ല. ഇത് പ്രോസിക്യൂഷൻ ഏജൻസികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം നിയമ നടപടികൾ ആരംഭിക്കുവാനുള്ള അവസരം നൽകുന്നവയാണ്. ഉത്തർപ്രദേശിലെ ഫത്തേപൂർ മൗണ്ടിയിൽ ഒരു വ്യാഴാഴ്ച നടന്ന ആരാധനയെ തീവ്രവാദികൾ തടസ്സപ്പെടുത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാകുന്നത്. ഹിന്ദുക്കളെ ക്രിസ്തുമതത്തിലേക്ക് കൂട്ടം മതപരിവർത്തനം നടത്തിയെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഈ കേസിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന ഡോക്ടർമാർ, ഒരു സർവകലാശാലയുടെ ജീവനക്കാർ, നിരവധി പാസ്റ്റർമാർ, സാധാരണക്കാരായ വിശ്വാസികൾ, വിദ്യാർത്ഥികൾ, ഏറെ പറയുന്നു 12 വയസ്സുള്ള മൈനറായ ഒരു കുട്ടി പോലും മതപരിവർത്തന വിരുദ്ധ നിയമപ്രകാരം ഉപദ്രവിക്കപ്പെടുകയും വ്യാജമായി കുറ്റം ചുമത്തപ്പെടുകയും ചെയ്തു. പാസ്റ്റർ ഇൻചാർജും അദ്ദേഹത്തിന്റെ കുടുംബവും ഗുരുതരമായ ഭീഷണികളാണ് നേരിടേണ്ടി വന്നത്. എന്നാൽ കോടതി വിധിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ജസ്റ്റിസ് പർദിവാലയുടെ 158 പേജുള്ള വിധിന്യായത്തിൽ എടുത്തു പറയുന്നു. മതപരിവർത്തനത്തിന് ഇരയായ ആരും ഇതുവരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടില്ല. പരാതിക്കാരനില്ലാത്ത കേസിൽ നിരപരാധികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ ശ്രമിച്ചു. ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരനും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് ചില സംസ്ഥാനങ്ങളിൽ വിശ്വാസം തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഒരു ക്രിമിനൽ കുറ്റമായി മാറിയിരിക്കുന്നതാണ് ഇന്ത്യയുടെ അവസ്ഥ. ഇത് വ്യക്തിഗതമായ ആക്രമണമല്ല, ഭരണകൂടത്തിന്റെ ഒത്താശയോടെ ആസൂത്രിതമായി നടത്തപ്പെടുന്ന ഒരു സംഘടിതമായ വേട്ടയാടലാണ്. ഫ്രീഡം ഓഫ് റിലീജിയൻ ആക്ട് എന്ന ഓമന പേരിൽ വരുന്ന ഈ നിയമങ്ങൾ യഥാർത്ഥത്തിൽ മതസ്വാതന്ത്ര്യത്തെ തടവിലാക്കുവാനുള്ള ചങ്ങലക്കെട്ടുകളാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള BJP ഭരണത്തിന് കീഴിലുള്ള 12ഓളം സംസ്ഥാനങ്ങൾ ഈ നിയമങ്ങളെ വെറും നിയമങ്ങളായിട്ടല്ല, രാഷ്ട്രീയ ആയുധങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം വ്യക്തമാണ്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി നിലനിൽക്കണമെന്നുള്ള ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രമാണ് ഇതിന്റെ അടിത്തറയായി വർത്തിക്കുന്നത്.
ഈ നിയമങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് നോക്കുക. ഒരു മതം മാറ്റ കേസിലെ ശിക്ഷ ഇന്ന് 20 വർഷം വരെ തടവ് ലഭിക്കാവുന്നതോ അല്ലെ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്നതോ ആയ കുറ്റമാണ്. തീവ്രവാദ നിയമങ്ങളായ ടാഡ പോലെയുള്ള നിയമങ്ങൾക്ക് സമാനമായ കർശനമായ വ്യവസ്ഥകൾ, ഇരട്ട ജാമ്യ വ്യവസ്ഥകളൊക്കെയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഒരു സുവിശേഷകനോ പാസ്റ്ററോ അറസ്റ്റിലായാൽ നിരപരാധിത്വം തെളിയിക്കുവാൻ സാധിക്കാത്ത പക്ഷം അവർക്ക് ജാമ്യം കിട്ടുക അസാധ്യമാകുന്ന അവസ്ഥ. നിയമത്തിന്റെ കെണി കിടക്കുന്നത് അവ്യക്തമായ വാക്കുകളിലാണ്. നിങ്ങൾ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയാൽ, അല്ലെങ്കിൽ ഒരു രോഗിയെ സഹായിച്ചാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അത് ആകർഷണം എന്നുള്ള പേര് പറഞ്ഞ് കുറ്റകൃത്യമാകുന്നു. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ക്രിമിനൽ വൽക്കരിക്കുക എന്നതാണ് ഇതിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ഈ നിയമം നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള ബാധ്യത നിങ്ങളുടെ മേൽ തന്നെ അടിച്ചേൽപ്പിക്കുന്നു. തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധി എന്ന നിയമതത്വം ഇവിടെ തലകീഴായി മറിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. SC/ST വിഭാഗക്കാരെയും സ്ത്രീകളെയും മതം മാറ്റാൻ ശ്രമിച്ചാൽ ശിക്ഷ ഇരട്ടിയാകുന്നു. എന്തിനാണ് ഈ പ്രത്യേക ശ്രദ്ധ? ഈ വിഭാഗങ്ങളെ വേഗം വശീകരിക്കുവാൻ സാധ്യതയുള്ളവരാണ് എന്ന് ചിത്രീകരിച്ച് ക്രിസ്ത്യൻ സഹായത്തിൽ നിന്ന്, ഏതെങ്കിലും നിലയിലുള്ള സഹായം അവർക്ക് കിട്ടുന്നതിൽ നിന്ന് അവരെ അകറ്റി നിർത്തുവാനുള്ള ശ്രമമാണിത്. ഉത്തർപ്രദേശ് സർക്കാർ ഈ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ വിദേശ സ്വാധീനം, ജനസംഖ്യാപരമായ മാറ്റം, സംഘടിതമായ ശ്രമങ്ങൾ എന്നൊക്കെ ആരോപിച്ചാണ് ക്രിസ്ത്യാനികൾക്കെതിരെ, മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെ, രാഷ്ട്ര സുരക്ഷയ്ക്ക് ഇവർ ഭീഷണിയാണെന്നുള്ള നിലയിൽ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് കിരാതമായ നിയമങ്ങൾ പാസാക്കിയിരിക്കുന്നത്. നിയമം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അലഹബാദിലെ ഡോക്ടർ R.B. ലാലിനും സഹപ്രവർത്തകർക്കുമെതിരെ എടുത്ത കേസ്. ഇങ്ങനെ വ്യാജ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ UP പോലീസ് ഇട്ട 5 FIR-കളാണ് സുപ്രീം കോടതി ഒന്നിച്ച് റദ്ദാക്കിയത്. പരാതി നൽകിയത് ആരാണെന്നോ, മതം മാറിയവരോ അവരുടെ കുടുംബാംഗങ്ങളോ ഒന്നുമല്ല. കേസെടുക്കാൻ യാതൊരു അധികാരവുമില്ലാത്ത സംഘപരിവാരത്തിന്റെ തീവ്രവാദ പ്രവർത്തകനാണ് ഈ കേസുകൾ കൊടുത്തത്. പോലീസ് പക്ഷപാതപരമായി പ്രവർത്തിക്കുകയും ഒരേ സംഭവത്തിന്റെ പേരിൽ വീണ്ടും വീണ്ടും കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു എന്ന് കോടതി നിരീക്ഷിച്ചു. നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ പറയുന്നു, ക്രിമിനൽ നിയമത്തെ നിരപരാധികളെ ഉപദ്രവിക്കുവാനുള്ള ഉപകരണമായി ഉപയോഗിക്കുവാനുള്ള ശ്രമം നടന്നിരിക്കുന്നു. 2024 ഒരു പുതിയ ഭേദഗതിയിലൂടെ സുപ്രീം കോടതിയുടെ ഈ മുന്നറിയിപ്പിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കുവാൻ, ആർക്കും പരാതി കൊടുക്കാം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സംഘപരിവാർ തീവ്രവാദികൾക്ക് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ നിയമപരമായ അധികാരം നൽകുന്നതിനുള്ള ശ്രമമാണ് ഇതിൽ നമ്മൾ കാണേണ്ടത്. ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകൾ ഈ നിയമങ്ങളെ അപലപിച്ചു. USCIRF പോലുള്ള റിപ്പോർട്ടുകളിൽ അനുസരിച്ച് ഈ നിയമങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളെ ലംഘിക്കുന്നതും ക്രിസ്ത്യാനികൾക്കെതിരായ അക്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നവയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രാർത്ഥനാ യോഗങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്നു. ഈ നിയമങ്ങൾ ഇന്ത്യയിലെ സഭയുടെ മേലൊരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് വെറും പ്രാദേശികമായ ഒരു വിഷയമല്ല, മറിച്ച് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അടിയന്തര ശ്രദ്ധയുണ്ടാകേണ്ട വിഷയമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് UP ഗവൺമെന്റിന്റെ മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ ചുവട് പിടിച്ച് ഇന്ത്യയിലെ 12 BJP ഭരണ സ്റ്റേറ്റുകളിൽ ഇതേ നിയമങ്ങൾ കൂടുതൽ കർശനമായി കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ സുപ്രധാനമായ ഒരു നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ 16 ഒരു വിധി അനുസരിച്ച് ഈ ഇന്ത്യയിൽ പാസ്സാക്കപ്പെട്ടിരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളിലെയും മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഒന്നിച്ച് വിശകലനം ചെയ്ത് അത് സ്റ്റേ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ശുഭോദർക്കമായ കാര്യമാണ്. ഈ നിയമങ്ങൾ സംഘടിത എതിർപ്പിന്റെ ഭാഗമാണെന്ന് ഇന്ന് വ്യക്തമാണ്. നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിലാണ് നാം. സുപ്രീം കോടതിയിൽ ഈ നിയമങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. നാം ഓരോരുത്തരും ഉണരണം. നിശബ്ദത പാലിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ പ്രതിരോധിക്കുക, നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കായി നിലകൊള്ളുക, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക. അതിൽ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. പാസ്റ്റർ KM ജോസഫ് കേരളക്കരയെ ഇളക്കി മറിച്ച അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു.
അരനൂറ്റാണ്ട് കാലം പെന്തക്കോസ്ത് ഉപദേശങ്ങൾക്ക് വേണ്ടി അതിശക്തമായി അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹം എഴുതിയ ചില ലഘുപുസ്തകങ്ങളുടെ സമാഹാരമാണ് ഞാൻ ഈ കാണിക്കുന്നത്. കന്യകാമറിയം, പൗരോഹിത്യം, സ്നാനം, പെന്തക്കോസ്ത്, ഈ 4 ലഘുപുസ്തകങ്ങൾ ഒന്നിച്ച് ഒരു പുസ്തകമാക്കി മാറ്റിയിരിക്കുന്നു. ഉപദേശപരമായ വിഷയങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ദുരുപദേശങ്ങൾക്കെതിരെ അതിശക്തമായ രചനകളാണിത്. ഈ ഗ്രന്ഥം വേദപഠിതാക്കൾക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണ്. 150 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. അതുപോലെ തന്നെ പാസ്റ്റർ കെ എം ജോസഫിൻ്റെ മനോഹരമായ 151 പ്രസംഗങ്ങളുടെ സമാഹാരമാണിത്. പ്രസംഗക്കുറിപ്പുകളുടെ സമാഹാരം. ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് ഇത് ഏറെ പ്രയോജനം ചെയ്യുന്ന പുസ്തകമാണ്. ഇതോടൊപ്പം മറ്റ് 2 പുസ്തകങ്ങൾ കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഇന്നും നാം സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരോ, ലഫ്റ്റനന്റ് കേണൽ ഏബ്രഹാം PV എഴുതിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകം. ഇത് ഞാൻ തന്നെ രചിച്ചിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ 4 പുസ്തകങ്ങൾക്കും ഓരോന്നിനും 150 രൂപ വീതമാണ് വില. ആകെ 600 രൂപ. എന്നാൽ ഇപ്പോൾ ഈ പുസ്തകങ്ങൾ ഒന്നിച്ചെടുക്കുന്നവർക്ക് പകുതി വിലയ്ക്ക്, അതായത് 300 രൂപയ്ക്ക് ഈ പുസ്തകങ്ങൾ ലഭിക്കുന്നു. ഇതോടൊപ്പം സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ആ വാട്സപ്പ് നമ്പറിലേക്ക് 4 ബുക്സ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് അയയ്ക്കുക. നിങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ ബൈ പോസ്റ്റ് അയച്ചു തരുന്നതായിരിക്കും.